സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത മേഖലകളിൽ പരിശോധന നടത്തി വരികയാണ്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ദുരന്തബാധിത പ്രദേശങ്ങളും അനുബന്ധ മേഖലകളും പരിശോധിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായ പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും ഇന്നലെ സംഘം പരിശോധിച്ചു. പ്രദേശത്തെ മണ്ണിൻ്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ദുരന്തം സംഭവിച്ചത് എങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും. ദുരന്തസ്ഥലത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ചും സംഘം റിപ്പോർട്ട് നൽകും. ദുരന്തപ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തും. NIT സൂറത്തുമായി ചേർന്ന് ദുരന്തബാധിത മേഖലയുടെ അതിസൂക്ഷ്മമായ ലിഡാർ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സർവേയിലൂടെ ഭൂമിയുടെ ഉപരിതലവും ഉപരിതലത്തിന് മുകളിലുള്ള എല്ലാ വസ്തുക്കളുടെയും കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കും. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇനിയുള്ള ഭൂവിനിയോഗത്തിൻ്റെ രീതികൾ നിശ്ചയിക്കാൻ സാധിക്കുക. NIT സൂറത്തിലെ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീവത്സ കോലത്തയാർ ആണ് ഈ സംഘത്തെ നയിക്കുന്നത്. ഡ്രോൺ ഉപയോഗപ്പെടുത്തിയുള്ള ലിഡാർ സർവേ ആണിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദുരന്തബാധിത പ്രദേശത്തിൻ്റെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അടക്കമുള്ള സൂക്ഷ്മമായ ചിത്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി എടുക്കാനാവും. മുൻപുണ്ടായിരുന്ന ഭൂതലം എങ്ങനെയായിരുന്നു, ദുരന്തശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏതൊക്കെ പ്രദേശത്താണ് വലിയ ആഘാതമുണ്ടായത്, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താനും ഭാവിയിൽ ഈ പ്രദേശത്തെ ഭൂവിനിയോഗം നിർണ്ണയിക്കുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനും ഈ സർവേ റിപ്പോർട്ട് സഹായകമാകും. ലിഡാർ സർവേ വഴി മരങ്ങൾ, മരത്തിൻ്റെ ഉയരം, പാറകൾ ഇവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ സാധിക്കും. 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള വസ്തുക്കൾ ഇതുവഴി കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വളർത്തുമൃഗങ്ങളുടേത്. ദുരിതമനുഭവിച്ചവർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചതുപോലെ ദുരന്തത്തിലകപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കായി 2 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത്. ദുരന്തപ്രദേശത്തെ ഉരുക്കൾക്കും അരുമ മൃഗങ്ങൾക്കുമായി ക്ഷീരവികസന വകുപ്പിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ മുഖേന വിവിധ സംഘടനകൾ തീറ്റ വസ്തുക്കൾ, ധാതുലവണ മിശ്രിതം ഇവയെല്ലാം കർഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ഇന്നലെ മാത്രം 8 മെട്രിക് ടൺ തീറ്റ, 5 ടൺ വൈക്കോൽ, അരുമമൃഗങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം പാലക്കാട് അരുവി ഫീഡ്സ് വഴി എത്തിക്കാനായിട്ടുണ്ട്.